പ്രിയമുള്ള പ്രേക്ഷകരെ, എവർക്കും സ്വാഗതം. ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 മിഥുനമാസം 11-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 25-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം 6:09, അസ്തമയം വൈകിട്ട് 6:46 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് പരിചിതമാണ്. 12 മുതൽ 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 12 മണി വരെ മകേരി നക്ഷത്രമാകുന്നു. മകേരി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രവുമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നാളെ അമാവാസ്യയാകുന്നു, കറുത്ത വാവാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. കാലത്ത് തന്നെ അടുത്തുള്ള പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ചെന്ന് പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ആ കർമ്മങ്ങളിലൂടെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കട്ടെ. പ്രീത പ്രേത സ്വമീബിർ വിദദതി സകലാഹ സമ്പദ സന്തതി. സന്തുഷ്ടരായ പ്രേതകർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സന്താന ശ്രേയസ്സും നൽകുന്നു. രോഗാദി അരിഷ്ടതകളിൽ നിന്നും മോചനവും ലഭിക്കുന്നു. അതിനാൽ നാളത്തെ ദിനം പിതൃ ശ്രാദ്ധാദി കർമ്മങ്ങൾക്കായി ഉപയോഗിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മകേരി നക്ഷത്രമാണ്. ദേവീ സംബന്ധമായ പ്രീതികൾക്കൊക്കെ സമയം കണ്ടെത്താം. പ്രത്യേകിച്ച് പിതൃകർമ്മം ചെയ്താൽ വിഷുക്ഷേത്രത്തിലാണ് സാധാരണ പിതൃകർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുക. ശിവക്ഷേത്രങ്ങളിലും അനുഷ്ഠിക്കാറുണ്ട്. എങ്കിലും വിഷുക്ഷേത്രത്തിൽ അവിടെ എല്ലാ വഴിപാടുകളും ചെയ്ത് പിതൃക്കൾക്ക് തിലോഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് അനുഗ്രഹം വാങ്ങുക. നാളെ വൈകിട്ട് തിരുവാതിര നക്ഷത്രമാണ്. 12 മണി മുതൽ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരം സർപ്പസംബന്ധിയായ നക്ഷത്രമാകുന്നു. അതിനാൽ വൈകിട്ട് നാഗക്ഷേത്ര ദർശനം നടത്തി അവിടെ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗസങ്കേതങ്ങളിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനകളൊക്കെ നടത്തി നാളത്തെ ദിനം ധന്യമാക്കാം. രാഹുവിൻ്റെ കേതുവിൻ്റെയും മന്ത്രങ്ങളാൽ മുഖരിതമാകട്ടെ നാളത്തെ ദിനം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റേതായ വൈബ്രേഷൻസ് നമുക്കുണ്ടാകാം. സർപ്പപ്രീതിരെ അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തയെ എന്നാണ് സർപ്പപ്രീതിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സർപ്പപ്രീതി അനുഷ്ഠിച്ചിരിക്കണം. എന്തിന്? നിങ്ങളുടെ ആരോഗ്യത്തിനും പുത്രാപ്തിയെ സന്താന ശ്രേയസ്സിനും രാഹുമന്ത്രം വളരെയധികം ഉപകരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളെ അമാവാസിയാകയാൽ വിശേഷിച്ച് മുഹൂർത്തങ്ങളൊന്നും നൽകുന്നില്ല. ശുഭമായ ഒരു ദിനത്തെ പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്കാരം.